നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവം തൻ്റെ ഏകജാതനിലൂടെ നമുക്കായി വെളിപ്പെടുത്തിയ ആ വലിയ കരുണയെക്കുറിച്ചാണ് നാം ഈ നിമിഷം അനുസ്മരിക്കുക. പിതാവ് നമ്മളെ എപ്രകാരമാണ് സ്നേഹിച്ചതെന്ന് പുത്രനായ ദൈവത്തിലൂടെ അവിടുന്ന് നമുക്ക് കാണിച്ചു തന്നു. തൻ്റെ പരസ്യ ജീവിതകാലം മുഴുവൻ പുത്രനായ ദൈവം പരിശ്രമിച്ചതും ആ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് നമുക്ക് കാണിച്ചു തരുവാൻ വേണ്ടിയാണ്. താൻ തിരഞ്ഞെടുത്ത ആ ജനത തന്നിൽ നിന്ന് അകന്നു പോയപ്പോഴും അവരെ എങ്ങനെയും തനിക്ക് വേണ്ടി വീണ്ടെടുക്കണം എന്നൊരാഗ്രഹം മാത്രമാണ് ആ പിതാവായ ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായത്. പലപ്പോഴും ഇവരെ നശിപ്പിച്ചു കളയണമെന്ന ഒരു ചിന്ത കടന്നു വന്ന അവസരങ്ങളിലെല്ലാം ഏതെങ്കിലും വ്യക്തിയിലൂടെ ആ ദൈവത്തിൻ്റെ ചിന്ത മാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പഴയ നിയമ പുസ്തകങ്ങളിലുടനീളം ദൈവത്തെ ശിക്ഷിക്കുന്ന ഒരു ദൈവമായി ചിത്രീകരിക്കുന്നുണ്ട്. പക്ഷേ അതല്ല യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മുഖം എന്ന് തിരിച്ചറിയപ്പെടുന്നത് പുത്രനായ ദൈവം ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ്. തൻ്റെ ജീവിതത്തിലൂടെ, തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ, പ്രബോധനങ്ങളിലൂടെയെല്ലാം ആ പിതാവിനെയാണ് പുത്രനായ ദൈവം മറ്റുള്ളവരുടെ മുമ്പിൽ വരച്ചു കാണിച്ചത്. തൻ്റെ പ്രിയ ശിഷ്യന്മാർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പലപ്പോഴും ആ പിതാവിൻ്റെ മുഖം എന്താണെന്ന് അവിടുന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു എന്ന് പറയുന്നതിലൂടെ എത്രമാത്രം പുത്രനായ ദൈവം തൻ്റെ പിതാവിനെ തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്ന് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. അവൻ ജെറിക്കോയിൽ നിന്ന് യാത്ര പുറപ്പെട്ടപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. യേശു ആ വഴി കടന്നു പോകുന്നെന്ന് കേട്ടപ്പോൾ വഴിയരികിലിരുന്ന 2 അന്ധന്മാർ ഉച്ചത്തിൽ നിലവിളിച്ചു, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ. മിണ്ടാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് ജനക്കൂട്ടം അവരെ ശാസിച്ചു. അവരാകട്ടെ, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന് കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു. യേശു അവിടെ നിന്ന് അവരെ വിളിച്ചു ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്ക് കണ്ണുകൾ തുറന്നു കിട്ടണം. യേശു ഉള്ളലിഞ്ഞ് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. തൽക്ഷണം അവർക്ക് കാഴ്ച കിട്ടി. അവരും അവനെ അനുഗമിച്ചു. പ്രിയമുള്ളവരെ, ജെറിക്കോയിലേക്കുള്ള ആ യാത്രയിൽ യേശുനാഥൻ 2 അന്ധന്മാരുടെ കാഴ്ച വീണ്ടെടുത്ത് നൽകുന്ന ഭാഗമാണ് നമ്മൾ വായിച്ച് കേട്ടത്. ഈ വചനഭാഗം ഒത്തിരിയേറെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. യേശുവിൽ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ഒരു പ്രത്യേക ദൗത്യവുമായിട്ടാണ്. യേശുവിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ ദൈവജനത്തെ വീണ്ടെടുക്കുക എന്നുള്ളതായിരുന്നു. അതിന് യേശുവിന് കൃത്യമായ നിർദ്ദേശങ്ങൾ പിതാവായ ദൈവം നൽകിയിരുന്നു. ആ നിർദ്ദേശങ്ങൾക്കനുസൃതമായിട്ടാണ് പുത്രനായ ദൈവം തൻ്റെ പരസ്യ ജീവിതകാലം ചെലവഴിക്കുന്നത്. ഒത്തിരിയേറെ അത്ഭുത കൃത്യങ്ങൾ യേശു പ്രവർത്തിക്കുന്നുണ്ട്. ഒത്തിരിയേറെ നല്ല പ്രബോധനങ്ങൾ നൽകുന്നുണ്ട്. അവരുടെ ദൈവജനം ഫരിസേയരും പഠിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായി വളരെ മനോഹരമായി ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന വിധത്തിൽ അവിടുന്ന് സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടും ഈ കടന്നു വന്നിരിക്കുന്നത് പുത്രനായ ദൈവമാണെന്ന് തിരിച്ചറിയാതെ പോയ ഒത്തിരി ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അവർക്ക് യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് കാണാം, യേശുനാഥൻ പഠിപ്പിക്കുന്നത് എന്താണെന്ന് കാണാം, യേശുവിൻ്റെ ജീവിത രീതി എന്താണെന്ന് കാണാം. പക്ഷേ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇവനാണ് ഞങ്ങൾ കാത്തിരുന്ന രക്ഷകൻ എന്ന് തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല.
രക്ഷകൻ കടന്നു വരുന്നത് ദാവീദിൻ്റെ കുടുംബത്തിൽ നിന്നാണെന്ന് അവർ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ രക്ഷകൻ അവരുടെ കൺമുമ്പിൽ വന്ന് നിന്നിട്ടും അത് തിരിച്ചറിയുവാൻ അവർക്ക് സാധിക്കുന്നില്ല. തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന യേശുവിനെ തിരിച്ചറിഞ്ഞില്ല എന്ന് മാത്രമല്ല, അവൻ്റെ പ്രവർത്തനങ്ങളിലൂടെ കടന്നു വന്ന ആ വെളിപാട് സ്വീകരിക്കുവാൻ അവർ തയ്യാറായില്ല. യേശുവിൻ്റെ പ്രബോധനങ്ങൾ പലപ്പോഴും താൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്ന ഒന്നായിരുന്നു. പക്ഷേ അത് തിരിച്ചറിയുവാൻ തക്കവിധം അവരുടെ ഹൃദയങ്ങളെ തുറക്കുവാൻ അവർ തയ്യാറായില്ല. അവരുടെ മുമ്പിൽ യേശു ഇതാ ദൈവപുത്രൻ നിൽക്കുന്നുണ്ട്. പക്ഷേ അവനെ കാണുവാനോ അവനാണ് രക്ഷകൻ എന്ന് തിരിച്ചറിയുവാനോ പരിശ്രമിക്കാതെ വെറുതെ അവനെ അനുഗമിക്കുന്നവരായിട്ട് അവർ മാറി. എന്നാൽ ഇവിടെ ഈ രണ്ട് അന്ധന്മാരുടെ കാര്യത്തിൽ അവരെ ഉൾക്കണ്ണുകൊണ്ട് അവർ തിരിച്ചറിഞ്ഞു, ഇതാണ് ദൈവത്തിൻ്റെ പുത്രൻ. അവർക്ക് ആരാണ് ഈ കടന്നു വരുന്നവനാണ് ദാവീദിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നില്ല. പക്ഷേ അവരുടെ അകമേ അവർക്കൊരു തോന്നലുണ്ടാവുകയാണ്, ഈ കടന്നു വരുന്നവനാണ് ദൈവത്തിൻ്റെ പുത്രൻ. ഞങ്ങളെല്ലാവരും കാത്തിരുന്നവൻ ഇവൻ തന്നെയാണ്. തീർച്ചയായും അവർ ഒത്തിരിയേറെ കാര്യങ്ങൾ യേശുവിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാകണം. അവനൊരു അത്ഭുതകൃത്യം പ്രവർത്തിക്കുന്ന ആളാണ്. എല്ലായിടത്തും പോയി എല്ലാവരോടും ഒത്തിരിയേറെ അലിവോടെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. തീർച്ചയായും നമ്മളും അപേക്ഷിച്ചാൽ നമ്മുടെ അപേക്ഷ കേൾക്കുന്നവനാണ് എന്നൊരു ബോധ്യം തീർച്ചയായും അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് വേണം കരുതുവാൻ. ഇവിടെ ജെറിക്കോയിൽ നിന്ന് യാത്ര പുറപ്പെട്ടപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവരൊന്നും ഞങ്ങളുടെ മുമ്പേ പോകുന്നവനാണ് ദാവീദിൻ്റെ പുത്രൻ എന്ന് തിരിച്ചറിയുന്നില്ല. പക്ഷേ അവൻ വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ ആ അന്ധന്മാർ എന്താണ് വിളിച്ചു പറയുന്നത്? കർത്താവേ, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്നാണ്. അതൊരു വിശ്വാസ പ്രഖ്യാപനം തന്നെയായിരുന്നു. കാരണം ദാവീദിൻ്റെ പുത്രനാണ് വരാനിരിക്കുന്ന മിശിഹ അല്ലെങ്കിൽ രക്ഷകൻ എന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ ആ പോകുന്ന വ്യക്തി അത് രക്ഷകനാണെന്ന് ഒരിക്കലും അവർ മനസ്സിലാക്കിയില്ല. അവർ വിശ്വസിച്ച കാര്യം എന്തായിരുന്നു? ദാവീദിൻ്റെ പുത്രനായിരിക്കും വരാനിരിക്കുന്ന മിശിഹ അല്ലെങ്കിൽ രക്ഷകൻ എന്നാണ്. ഇവിടെ രണ്ട് അന്ധന്മാർ യേശുവിനെ തിരിച്ചറിയുകയാണ്. കർത്താവേ, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന് അവർ വിളിച്ചപേക്ഷിക്കുമ്പോൾ കൂടെ അനുഗമിക്കുന്ന ജനം എന്താണ് ചെയ്യുന്നത്? അവരെ ശകാരിക്കുകയാണ്. നിങ്ങൾ മിണ്ടാതിരിക്കുക, ഇത്രയേറെ ആളുകൾ പോകുന്നതല്ലേ, പിന്നെ എങ്ങനെ നിനക്ക് തിരിച്ചറിയാനാണ്? നീ മിണ്ടാതിരിക്കുക, നിൻ്റെ ശബ്ദം കേൾക്കാൻ പോലും അവന് സാധിക്കുമോ എന്നറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മിണ്ടാതിരിക്കുവാൻ പറയുന്ന ജനക്കൂട്ടത്തെയാണ് നമ്മൾ അവിടെ കാണുക. എന്നാൽ അവർ ചെയ്യുന്നത് എന്താണ്? കൂടുതൽ ഉച്ചത്തിൽ വിളിച്ച് പറയുവാൻ തുടങ്ങി, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, ഞങ്ങൾ കനിയണമേ. അവരുടെ മനസ്സിൻ്റെ ആ വലിയ വിശ്വാസമാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുക. എൻ്റെ ചുറ്റുപാടുമുള്ളവർ എന്തു തന്നെ പറഞ്ഞാലും എനിക്ക് കർത്താവിൻ്റെ അടുക്കൽ എത്തണം, കർത്താവ് എൻ്റെ സ്വരം കേൾക്കണം എന്ന ആ ഒരു ആഗ്രഹം മനസ്സിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ മുമ്പിലുള്ള എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാൻ നമുക്ക് സാധിക്കും. ഒത്തിരിയേറെ തടസ്സങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും മുമ്പിലേക്ക് കടന്നു വന്നേക്കാം. പക്ഷേ അതൊന്നും ഒരിക്കലും നമ്മളെ ബാധിക്കാൻ പാടില്ല. മറിച്ച് കൂടുതൽ വിശ്വാസത്തോടെ വീണ്ടും വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ യാചിക്കണം, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന്. ഇവിടെ അവരുടെ വിശ്വാസത്തിൻ്റെ തീഷ്ണതയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. ഒത്തിരിയേറെ വിശ്വാസത്തോടെ കർത്താവ് ഞങ്ങളുടെ സ്വരം കേൾക്കും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അവർ ഉറക്കെ ഉറക്കെ കരയുകയാണ്, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ. തീർച്ചയായും അവരുടെ വിശ്വാസം തിരിച്ചറിയുന്ന ഒരു കർത്താവിനെയാണ് നമ്മളവിടെ കാണുക. അവരുടെ നിലവിളി കേൾക്കുന്ന കർത്താവ് തിരിഞ്ഞ് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളും ഇതുപോലെ ഒത്തിരിയേറെ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കാറുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ നിരന്തരം നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. ആ ഒരു വേളയിൽ കർത്താവ് നമ്മോട് ചോദിക്കുന്നതും ഇതുതന്നെയല്ലേ? ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്?
അത് ഒരിക്കൽ കൂടി ഉറപ്പിക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ ആഗ്രഹം, നമ്മുടെ പ്രാർത്ഥനാ നിയോഗം എന്താണോ അത് നീ പൂർണ്ണമായ ബോധ്യത്തോടെയാണോ കർത്താവിനോട് ചോദിക്കുന്നത്? അതൊരു ഉറപ്പിക്കലാണ്. ഇവിടെ ഈ അന്ധന്മാർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നത് തങ്ങൾക്ക് കാഴ്ച കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ്. അവരുടെ കണ്ട മാത്രയിൽ തന്നെ തിരിച്ചറിയാൻ സാധിക്കും അവർ രണ്ടുപേരും അന്ധന്മാരാണ്. എങ്കിലും യേശു അവരോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ സന്നിധിയിലും ഇതുപോലെ ഒരു ചോദ്യം ഉന്നയിക്കുമ്പോൾ, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന ആ ഒരു ചോദ്യം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ എന്ത് മറുപടിയാണ് നമുക്ക് പറയാനുള്ളത്? ഞാൻ ചോദിക്കുന്ന ആ ഒരു ചോദ്യം അത് എനിക്ക് പൂർണ്ണമായ ബോധ്യത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒന്നാണ്. അതോ വെറുതെ കർത്താവിൻ്റെ മുമ്പിൽ എനിക്ക് ഇന്നത് വേണം എന്ന് പറയുന്നു, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ പാതി സംശയത്തോടു കൂടിയാണോ ഞാൻ ചോദിക്കുന്നത്? അതോ പൂർണ്ണമായ വിശ്വാസത്തോടെ ഞാൻ കർത്താവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് ഇത് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ടോ? പ്രിയമുള്ളവരെ, ഇവിടെ അന്ധന്മാർക്ക് പൂർണ്ണമായ ബോധ്യമുണ്ടായിരുന്നു. ഞങ്ങൾ അവനെ വിളിച്ചപേക്ഷിച്ചത്, ഞങ്ങൾ അവനെ കാത്തിരുന്നത്, ഞങ്ങൾ അവന് വേണ്ടി ദാഹിച്ചത് ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഉറച്ച സ്വരത്തോടെ പറയുവാൻ സാധിച്ചു, കർത്താവേ, ഞങ്ങൾക്ക് കണ്ണുകൾ തുറന്നു കിട്ടണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും കർത്താവ് ഈ ഒരു ചോദ്യം ഉന്നയിക്കുമ്പോൾ കൃത്യമായ ഒരു ഉത്തരം നൽകുവാൻ നമുക്ക് സാധിക്കണം. കർത്താവ് നമ്മുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരു ഉറച്ച ഉത്തരം നമുക്കുണ്ടായിരിക്കണം. അതിന് നാം കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ എന്താണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. കർത്താവിൻ്റെ സന്നിധിയിൽ വെറുതെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരാ, മറിച്ച് നമുക്ക് പൂർണ്ണമായ ഒരു ബോധ്യമുണ്ടായിരിക്കണം. ഞാൻ കർത്താവിനോട് ചോദിക്കുന്നത് ഇന്ന ആവശ്യമാണ്, അത് എൻ്റെ ജീവിതത്തിൽ ലഭിക്കണം. അത് എൻ്റെ ജീവിതത്തിൽ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രം പോരാ, മറിച്ച് പൂർണ്ണമായ വിശ്വാസമുണ്ടായിരിക്കണം. ഞാൻ കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് ഇത് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അത് നിവർത്തിച്ച് തരും എന്ന ഉറച്ച വിശ്വാസം. പ്രിയമുള്ളവരെ, ആ ഒരു വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവർക്കാണ് എന്നും കർത്താവിൻ്റെ അനുഗ്രഹം ധാരാളമായി ലഭിക്കുക. കർത്താവിൻ്റെ കൃപ ധാരാളമായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരിക എപ്പോഴാണ്? പൂർണ്ണമായ വിശ്വാസത്തോടെ നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോഴാണ്. ഇന്ന് ഈ കർത്താവിൻ്റെ തിരുമണിക്കൂറിൽ നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ കരുണയുള്ള കർത്താവ് നമ്മളെ നോക്കി ചോദിക്കുന്നത് ഇതുതന്നെയാണ്. മകളെ, ഇന്ന് നീ എൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുക? നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർണ്ണമായും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. കർത്താവ് അത് കേൾക്കുന്നുണ്ട്, ഏറ്റെടുക്കുന്നുണ്ട്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത് നിവർത്തിച്ചു തരും. ഒരുപക്ഷെ നമ്മൾ ചോദിക്കുന്ന ആ നിമിഷം തന്നെ നമുക്ക് ലഭിക്കണമെന്നില്ല, പക്ഷേ തളരാതെ പൂർണ്ണമായ വിശ്വാസത്തോടെ പ്രത്യാശയോടെ കർത്താവിനെ സമീപിച്ചാൽ തീർച്ചയായും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. കർത്താവ് നമ്മോടും ചോദിക്കും, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ആ നിമിഷം പ്രിയമുള്ളവരെ നമുക്ക് പറയുവാൻ ഒരു ഉത്തരമുണ്ടാകണം. ആ ഉത്തരം തീർച്ചയായും ദൈവം ഏറ്റെടുക്കും. കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന നിമിഷങ്ങളിൽ പൂർണ്ണമായ ബോധ്യത്തോടെ നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാൻ പരിശ്രമിക്കാം. കർത്താവ് നമ്മുടെ അടുത്തേക്ക് കടന്നു വന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഉറച്ച ബോധ്യത്തോടെ ഉറപ്പാർന്ന ഒരു നിയോഗം സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. കർത്താവേ, ഞാൻ നിന്നും ആഗ്രഹിക്കുന്നത് ഈ ഒരു കാര്യമാണ്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ സമർപ്പണ മനോഭാവത്തോടെ നാം ഓരോരുത്തരും നമ്മുടെ നിയോഗങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ തീർച്ചയായും അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും, നമ്മളെ അനുഗ്രഹിക്കും, നമ്മുടെ നിയോഗങ്ങളെ അവിടുന്ന് ചേർത്ത് പിടിക്കാം. ആ ഒരു വിശ്വാസത്തോടെ നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,